ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാമോളം ബസ്മതി റൈസ് എടുത്ത് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മഷ്റൂമാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മഷ്റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ഫ്രൈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്ക് പകരം ബട്ടർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂമില്ലേ, അതൊന്നിട്ട് കൊടുക്കാം. ഇനി അതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ മഷ്റൂമിലെ വെള്ളമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വിട്ട് വന്ന് ഈ മഷ്റൂം ഒന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. മഷ്റൂം വേവുന്ന സമയം കൊണ്ട് നമുക്ക് മഷ്റൂം റൈസിന് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു കടായി എടുത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2-3 പീസ് പട്ട ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ ഗരം മസാലയിലൊക്കെ കാണാൻ കൊടുത്ത സാധനമില്ല, അതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ, അതിട്ട് കൊടുക്കാം. ഒരു 4-5 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരി എടുത്തില്ലേ, ആ കപ്പിൽ തന്നെ 2 കപ്പോളം വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമ്മൾ മഷ്റൂം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അരിയില്ലേ, അതൊന്ന് കഴുകി 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 കപ്പോളം സ്വീറ്റ് കോണില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതുകൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു 2 പാക്കറ്റ് മാഗി ക്യൂബ് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു പകുതി ലൈമില്ലേ, അതോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ ലെമൺ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. മാഗി ക്യൂബ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. ഓൾറെഡി മഷ്റൂമിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ മാഗി ക്യൂബിൻ്റെ ഉപ്പ് കൂടെ ഇതിലേക്ക് ആകുമ്പോഴേക്കും സെറ്റ് ആവും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കാത്തത്. ഇനി അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 പരുവത്തിൽ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഒരല്പം കൂടെ വെള്ളം ഇതിൽ ബാക്കിയുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മഷ്റൂമില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ചെറിയ രീതിയിലുള്ള വെള്ളം, അതുകൂടെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മഷ്റൂം റൈസ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിലും നമ്മുടെ മഷ്റൂം റൈസിന് ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും വരുത്തില്ല കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മഷ്റൂം റൈസിലെ ബാലൻസ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുകൂടെ ഒന്ന് ചോറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഷ്റൂം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.